പത്തനാപുരത്തെ പായസം വെച്ചിങ്ങാഞ്ഞ ആളുകൾ ആഘോഷിക്കുകയാണ്. എന്താ ആഘോഷിക്കണെന്നറിയോ? അങ്ങയുടെ തോൽവി. അങ്ങ് തോറ്റതിനെ കുറിച്ച് ആവേശത്തോടെ സന്തോഷത്തോടു കൂടി ഓരോ ജനങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? 8 നില പൊട്ടിയത് കൊണ്ട്. എങ്ങനെ പൊട്ടി? നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് പൊട്ടി. അതേ പറയാൻ പറ്റൂ. നിങ്ങൾ ഏത് വിധാണ്? നിങ്ങൾ രാഹുൽ മാങ്കോട്ടിനെതിരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അതിന് അർഹത അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. യാതൊരു അർഹനുമല്ല ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാന്ന്. ഒരു കാലിന് മന്തുള്ളവനെ 2 കാലിന് മന്തുള്ളവനെ കളിയാക്കുക എന്ന് പറയുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനല്ലല്ലോ. 2 കാലിന് മന്തുള്ളവനെ 1 കാല് മന്തുള്ളവനെ കളിയാക്കുകയാണ്. ആ അവസ്ഥയാണ് നിങ്ങൾ കീപ്പ് ചെയ്തു പോയത്. അതിന് ജനങ്ങൾ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ പൊട്ടി. ജനങ്ങൾക്ക് മുഴുവനും നിങ്ങളോട് ഇഷ്ടക്കേടാന്ന് ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങൾ വിചാരിച്ച ഉമ്മൻചാണ്ടിയൊക്കെ കുറിച്ച് സംസാരിച്ച നിങ്ങളെ ഞാൻ സമ്മതിച്ചിട്ടോ. നിങ്ങൾ എന്തൊരു വിവരക്കേടാ സംസാരിച്ച. ഉമ്മൻചാണ്ടിയെ കുറിച്ച് സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. എങ്ങനെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവുക? നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹം പിടിച്ച് പുറത്താക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ട കിട്ടി. അദ്ദേഹത്തിന് ഇപ്പം പിണറായി വിജയൻ അല്ല ട്രെൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ മനുഷ്യനൊക്കെ തേച്ചൊട്ടിക്കാൻ നോക്കിയ നിങ്ങൾക്ക് കിട്ടി. അണ്ണാക്കിൽ കിട്ടി. രാഹുൽ മാങ്കോട്ടിൽ എന്ന് പറഞ്ഞത് പോട്ടെ പുല്ല്. അദ്ദേഹത്തെ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന് യോഗ്യത അല്ല. നിങ്ങൾക്ക് യോഗ്യത വേണ്ടേ? നിങ്ങൾ ഇവിടെയൊക്കെ മുറിഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ ജനങ്ങൾ മറന്നിട്ടില്ല. ജനം ഒന്നും മറന്നിട്ടില്ല. സോഷ്യൽ മീഡിയ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. 10 കൊല്ലം മുന്നേ ഇട്ട പോസ്റ്റ് വരെ ഇപ്പോഴും കാണാൻ പറ്റും എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ അറിയണം. എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ അന്നത്തെ തെളിവ്, എവിഡൻസ്, വീഡിയോ ഫുട്ടേജ് ഇങ്ങോട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് മനസ്സിലാക്കാത്തതിന്റെ ഫലമാണ്. ഇനി ഒന്നുമില്ല, വീട്ടിലിരുന്നോളുക.